ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീര പരിപ്പ് കറിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 100 ഗ്രാം പരിപ്പ് കുക്കറിൽ വേവിക്കാൻ പോവുകയാണ്. ഒരു 4 വിസിൽ അടിക്കുന്നത് വരെ നമുക്ക് ഈ പരിപ്പ് വേവിക്കാം. നമ്മുടെ പരിപ്പ് വെന്ത് കഴിഞ്ഞു, നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ഒരു വിസിൽ വരുന്ന വരെ നമുക്കിത് വേവിക്കാം. ഇനി നമുക്ക് തേങ്ങ, ഒരു 1/4 മുറി, ഒരു നുള്ള ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ഉള്ളി ഇത്രയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ചീരയും പരിപ്പും നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ചാറ് പരുവത്തിലായിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് കറി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. ഇനി നമുക്ക് താളിക്കാം. അതിന് വേണ്ടിയിട്ട് 2 ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 വറ്റൽമുളക്, കടുക്, ഇത്രയാണ് നമുക്ക് താളിക്കാൻ വേണ്ടത്. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കടുക്, ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൊരിയണം. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചീരപ്പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ ഒപ്പോ പൊറോട്ടയുടെ ഒപ്പോ ഇതിന് ചോറിൻ്റെ ഒപ്പോ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാം. വെരി ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.